والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണല്ലോ അല്ലേ. എന്നാലൊന്ന് ശ്രദ്ധിക്കാനുള്ളത് വശംസി വലുഹാഹ. വല്ലുഹ വേറുണ്ട്, അതിൻ്റെ താഴെ കാണുന്നത്. അതിൽ അലിഫുലാം ഉണ്ടാവും, ഇതിലെന്തില്ല, അലിഫുലാം ഇല്ല. അപ്പം വ ലുഹാഹ എന്ന് ഓതിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് വന്നഹാരി ഓതുമ്പോൾ വന്നഹാരി ആ നൂനിനെ മടിക്കണം. വന്നഹാരി വന്നഹാരി ഇദാ ജല്ലാഹ. പിന്നെ വല്ലൈലി അലിഫിനൊന്നും ഉച്ചാരണം ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. പിന്നെ വസ്സമായി അത് നീട്ടണം, വല്ലൈലി പോലെയല്ല. വസ്സമായി നിർബന്ധമായിട്ടും 4 മുതൽ 6 കതിർ വരെ നീട്ടണത്. അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. അതിൻ്റെ ഹുക്മ് എന്താണെന്ന് വെച്ചാൽ വുജൂബാണ് എന്നുള്ളതാണ്. അപ്പം വസ്സമായി വമാ ബനാഹ വൽ അർളി വമാ ത്വഹാഹ. ത നല്ല ത്വ എന്നാണ്, ത്വ ത്വഹാഹ. പിന്നെ വനഫ്സിൻ വമാ, ആ കസ്റ് തൻവീൻ എന്ത് ചെയ്യണം, വാവിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് ഉന്നത്തോടു കൂടി പറയണം. അപ്പം എങ്ങനെ ഓതണം? വനഫ്സിൻ വമാ സവ്വാഹ. 2 പ്രാവശ്യമെങ്കിലും മിനിമം തരിമൂക്ക് ധരിപ്പിക്കണം എന്നാണ്. അപ്പം വനഫ്സിൻ വമാ സവ്വാഹ. പിന്നെ ഫഅൽഹമഹ. ഫ കഴിഞ്ഞിട്ടുള്ള അ നിർബന്ധമായിട്ട് അവിടെ ഉച്ചരിക്കണം. ഫൽഹമഹ എന്നൊന്നും ഓതാൻ പാടില്ല. അപ്പം ഹമ്പുമ പോകും പോലെ. അപ്പം എങ്ങനെ ഓതണം? ഫ അൽഹമഹ ഫ അൽഹമഹ ഫ അൽഹമഹ. പിന്നെ ഫുജൂറഹ വതഖ്വാഹ. അതേപോലെ തന്നെ ഖദ് അഫ്ലഹ പറയുമ്പോഴും ഖദ് അഫ്ലഹ ഖദ് അഫ്ലഹ. ഖദ് ഫ്ലഹ എന്നൊന്നും കൂട്ടി ഓതാൻ പാടില്ല എന്നർത്ഥം. പിന്നെ മൻ സക്കാഹ, അവിടെ നൂനിനെ എന്ത് ചെയ്യണം, പിന്നെ ഇഖ്ഫാ ചെയ്യണം. മൻ സക്കാഹ. അതിലെന്തെങ്കിലും തജ്വീദ് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയം? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് വേഗം പോയത്. ഉണ്ടോ? ഇല്ല. എന്നാ പറഞ്ഞോളി. വശംസി എന്താ? സൂര്യനെ തന്നെയാണ് സത്യം. വലുഹാഹ, ലുഹ എന്ന് പറഞ്ഞാൽ ഹ എന്ന് പറഞ്ഞാലോ
ഹ ലുഹ ഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശോഭയാണ് സത്യം, അതിൻ്റെ പ്രകാശമാണ് സത്യം, അതിൻ്റെ വെളിച്ചമാണ് സത്യം. അപ്പം വശംസി സൂര്യനെ തന്നെയാണ് സത്യം, വലുഹാഹ അതിൻ്റെ ശോഭയും ആണ് സത്യം. പിന്നെ വൽ ഖമരി ചന്ദ്രനെ തന്നെയാണ് സത്യം, ഇദാ തലാഹ ആ ചന്ദ്രൻ സൂര്യനെ തുടർന്ന് വരുമ്പോൾ, ഇതാ എന്ന് പറഞ്ഞാൽ തല അത് തുടർന്ന് വരുമ്പോൾ, പിന്തുടർന്ന് വരുമ്പോൾ, ഹ എന്ന് പറഞ്ഞാൽ സൂര്യനെ. അപ്പോൾ ചന്ദ്രൻ സൂര്യനെ പിന്തുടർന്ന് വരുമ്പോൾ ആ ചന്ദ്രനെ തന്നെയാണ് സത്യം. പിന്നെ വന്നഹാരി പകല് തന്നെയാണ് സത്യം, ഇദാ ജല്ലാഹ ആ പകൽ സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ, വ്യക്തമായി കാണിക്കുമ്പോൾ, ജല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുന്നതിനാണ് ജല്ല എന്ന് പറയുന്നത്. പകലിൽ സൂര്യൻ എന്ത് ചെയ്യും? വ്യക്തമാവും. പിന്നെ വല്ലൈലി രാത്രി തന്നെ ആണ് സത്യം, ഇദാ യഖ്ഷാഹ ആ രാത്രി സൂര്യനെ പൊതിയുമ്പോൾ എന്നർത്ഥം. വസ്സമായി ആകാശത്തെ തന്നെയാണ് സത്യം, വമാ ബനാഹ ആ ആകാശത്തെ നിർമ്മിച്ച രീതിയെയും തന്നെയാണ് സത്യം. വമാ ബനാഹ എന്നാൽ ആകാശത്തെ സൃഷ്ടിച്ച രൂപത്തെയും രീതിയെയും തന്നെയാണ് സത്യം. വൽ അർളി ഭൂമിയെ തന്നെയാണ് സത്യം, വമാ തഹാഹ ആ ഭൂമിയെ വികസിപ്പിച്ചതും അല്ലെങ്കിൽ പരത്തിയതുമാണ്, ആ രീതി തന്നെയാണ് സത്യം. വനഫ്സിൻ മനുഷ്യൻ്റെ മനസ്സ് ആത്മാവ് തന്നെയാണ് സത്യം, വമാ സവ്വാഹ അതിനെ രൂപപ്പെടുത്തിയ രീതിയും തന്നെയാണ് സത്യം. ഫഅൽഹമഹ എന്നിട്ട് ആ ആത്മാവിന് അവൻ ബോധനം നൽകി, ഫുജൂറഹ അതിൻ്റെ ദുഷ്ടബോധവും, വത്തഖ്വാഹ അതിൻ്റെ സൂക്ഷ്മതാബോധവും ആ ആത്മാവിന് നൽകിയവൻ. ഖദ് അഫ്ലഹ മൻ സക്കാഹ ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, മൻ സക്കാഹ ആ ആത്മാവിനെ സംസ്കരിച്ചവനാരോ അവൻ വിജയിച്ചിരിക്കുന്നു. എന്തൊക്കെ ഇപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ സത്യം ചെയ്തു പറയുന്ന കാര്യങ്ങൾ: 1 സൂര്യൻ, 2 ആ സൂര്യൻ്റെ വെളിച്ചം, 3 ചന്ദ്രൻ, 4 പകൽ, 5 രാവ്, 6 ആകാശം, 7 ഭൂമി, 8 മനുഷ്യൻ്റെ ആത്മാവ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ അള്ളാഹു സത്യം ചെയ്തു പറയാൻ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സത്യം ചെയ്തു പറയണത്? എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണോ? അല്ല. പിന്നെന്തിനാ? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായ കാര്യങ്ങളെ പിടിച്ചിട്ടാണ് ഈ സത്യം ചെയ്ത് പറയുന്നതൊക്കെ. സൂര്യനും ചന്ദ്രനും രാവും പകലും ആകാശവും ഭൂമിയും ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളാണ്. അപ്പം ഈ സൃഷ്ടികൾ, അതിലൊക്കെ ആ ഓരോ സൃഷ്ടിപ്പിലും ഓരോ സൃഷ്ടിയെയും പറ്റി ചിന്തിക്കാനാണ് അതിലൂടെ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച സൂര്യനും അതിൻ്റെ ലുഹ എന്ന് പറയുന്ന അവസ്ഥയും പറ്റിയൊക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കി അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത്? സൂര്യനെ കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? എന്തൊക്കെ? സൂര്യനില്ലെങ്കിൽ ഈ ഭൂമിഗോളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അവരുടെ ജീവിതം അസഹനീയമാവും അല്ലേ? ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. ഒരു ഐസ് കട്ടയായി മാറും ഭൂമിഗോളം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ആ സൂര്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആ ദൂരം, അതും നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. ആ ദൂരം ഭൂമിഗോളത്തോടടുത്താൽ ഐസ് കട്ടയാവും, ഭൂമിഗോളത്തോട് അകന്നു നിന്നാൽ എന്താവും? അത് ചൂടുകൊണ്ട് എല്ലാവരും വെന്ത് മരിക്കും, കത്തിക്കരിയും.
ചന്ദ്രനില്ലെങ്കിലും അതേപോലെ തന്നെ ജീവിതം പല രംഗത്തും പല രംഗത്തും ഒന്ന് എങ്ങനെ നമുക്ക് ദിവസങ്ങൾ ഉണ്ടാണ്, എങ്ങനെ നമ്മൾ മാസം കണക്ക് കൂട്ടണത്, മാസം എങ്ങനെ കണക്ക് കൂട്ടണം? ചന്ദ്രൻ കാണില്ലെങ്കിൽ ആ സാധനം ഉണ്ടല്ലോ, സാധനമുണ്ട്. കഴിഞ്ഞ ആഴ്ച അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയതൊക്കെ അതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ചന്ദ്രനില്ലെങ്കിലും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ഗോളത്തിലും ഓരോ പിന്നെ ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ടാണ് അള്ളാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതെന്ന്. അതിൻ്റെ അളവെങ്ങാനും കൂടിയാൽ, ഇപ്പോൾ ചന്ദ്രൻ അടുത്തു വന്നാൽ എന്താ ഉണ്ടാവുക? എത്രയോ കിലോമീറ്റർ ഇപ്പുള്ള വേലിയേറ്റവും വേലിയിറക്കും അങ്ങോട്ട് പൊന്തും, വേലിയേറ്റാണ്ട് ഉണ്ടാവും. വേലിയേറ്റം ഉണ്ടായാൽ തീരപ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലാവും. എന്തുകൊണ്ടാ വേലിയേറ്റം ഒരു ഇത്ര അളവ് വരെ ഉണ്ടാണ്? വേലിയേറ്റം ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴും, അത് ചന്ദ്രൻ്റെ കാരണമായിട്ട്. ഇത്ര അളവേ ഉണ്ടാവൂ എന്നെങ്ങനെ കണക്കാക്കണത്? അതിൻ്റെ ദൂരാണ്. അള്ളാഹു അതിനെ ഘടിപ്പിച്ചു വെച്ച ആ ദൂരാണ്. ആ ദൂരത്തു നിന്ന് അത് എങ്ങാനും വ്യത്യാസപ്പെട്ടാൽ എന്തുണ്ടാവും? വേലിയേറ്റം കൂടും. വേലിയേറ്റം കൂടിയാൽ എന്തുണ്ടാവും? വലിയ സുനാമി ഉണ്ടാവും. ഒരു പക്ഷേ ഭൂമി മുഴുക്കെ അങ്ങനെ തുടർന്ന് പോയാൽ ഭൂമി മുഴുക്കെ തകരും. അപ്പം ആലോചിച്ച് നോക്കൂ, റബ്ബിൻ്റെ മനുഷ്യന് ആവശ്യമായ എല്ലാം അള്ളാഹു ഇവിടെ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പം അതിൽപ്പെട്ടത് തന്നെയാണത് സൂര്യനെപ്പറ്റിയും ചന്ദ്രനെപ്പറ്റിയും. പിന്നെ മനുഷ്യൻ സൂര്യനെപ്പറ്റിയും ചന്ദ്രനെ പറ്റിയുള്ള പഠനം ഇന്നും ഒരു എത്തും പിടിയും കിട്ടാതെ കിടക്കുക. പലതും പൂർണ്ണതയിലെത്തിയിട്ടില്ല. കുറേ ഇന്ന് പറയും, ചിലപ്പോൾ നാളെ എന്ത് ചെയ്യും, വേറൊന്ന് കണ്ടെത്തുമ്പോൾ മാറ്റിയും പറയും. ഇതാണ് ശാസ്ത്രലോകം. മനുഷ്യൻ്റെ അറിവ് അങ്ങനെയാണ്, അള്ളാൻ്റെ അറിവ് അങ്ങനെയല്ല. അതിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല. മനുഷ്യൻ എന്ത് ചെയ്യും? അത് തിരുത്തും, അല്ലേ? ഒരു കാലഘട്ടത്ത് സൂര്യൻ നശിക്കും എന്ന് ശാസ്ത്രലോകം പറഞ്ഞിരുന്നോ? ഇല്ല. ഇന്ന് ശാസ്ത്രലോകമാണ് പറയുന്നത് എന്ത്? അതിൻ്റെ ഊർജ്ജമൊക്കെ തീർന്നു കഴിഞ്ഞാൽ അത് പൊട്ടിത്തരിപ്പണമാകും, അല്ലേ എന്ന് പറയുന്നുണ്ട്. അവരംഗീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അന്ന് തന്നെ ഇദശംസു കുവ്വിറത്ത്, അല്ലേ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ എന്തൊക്കെയാണ് അതിനോടുള്ള ഉപകാരം, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ മനസ്സിലാകും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ ദൂരം നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ കൃത്യമാണ്. ആ കൃത്യത തെറ്റിയാൽ എന്തുണ്ടാവും? അതും അപകടമാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് വന്നഹാരി ഇദാ ജല്ലാഹ. എന്താണ് വന്നഹാരി? പകല് തന്നെ സത്യം. ഇദാ ജല്ലാഹ, ആ പകല് സൂര്യനെ വ്യക്തമാക്കുമ്പോൾ, പ്രകടമാക്കുമ്പോൾ എന്നുള്ളതാണ്. പകലും രാത്രിയൊക്കെ എന്താണ്? റബ്ബിൻ്റെ ദൃഷ്ടാന്താണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, അല്ലേ? വമിൻ ആയാത്തിഹി അല്ലൈലു വന്നഹാർ, രാവും പകലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, സൂര്യനും ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹി ഇല്ലദീ ഖലഖഹുന്ന, ഈ സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കണം എന്താ? സൂര്യനെ പറ്റി പഠിക്കാൻ, ചന്ദ്രനെ പറ്റി പഠിക്കാൻ, പകലിനെ പറ്റി പഠിക്കാൻ, രാവിനെ പറ്റി പഠിക്കാൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി പഠിക്കാൻ, ആയത്തുകളെ പറ്റി പഠിക്കാൻ. അങ്ങനെ പഠിക്കുമ്പോൾ എന്തുണ്ടാവും? ഇത് സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമ്മൾ പരിചയപ്പെടും. ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ശരിക്കും പരിചയപ്പെട്ടാൽ എന്തുണ്ടാവും? ആരാധന, ഇബാദത്ത്, സുജൂദ് എന്ന് പറയുന്നത് ആർക്ക് ചെയ്യും? അള്ളാഹുവിന് മാത്രം ചെയ്യും എന്നുള്ളതാണ്. അപ്പം സൃഷ്ടാവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനുഷ്യരെന്ത് ചെയ്യേണ്ടത്?
അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിവരിച്ചിട്ടുണ്ട് അല്ലേ. ഹുദുഹുദു പക്ഷി വന്ന് ആ ബിൽക്കീസ് രാജ്ഞിയോട് പറയുന്ന സംഭവമൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് വന്നഹാരി, എങ്ങനെ പകലുണ്ടാവുന്നത്? പകലുണ്ടാവണ എങ്ങനെ? രാത്രിയും പകലും എങ്ങനെ മാറി വരുന്നത്? സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ. സൂര്യനും ഭൂമിയും കറങ്ങുന്നുണ്ട്. രണ്ടും കറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ സൂര്യൻ വലിയ ഗോളമാണ്, ഭൂമിയോ അത്രല്ല. അപ്പം ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തുള്ളവർക്ക് വെളിച്ചം കിട്ടും, മറ്റൊരു ഭാഗത്തുള്ളവർക്ക് വെളിച്ചം തടയും ചെയ്യും. ആലോചിച്ച് നോക്കുങ്ങൾ, ഈ രൂപത്തിൽ ആ വെളിച്ചം കിട്ടുന്ന ഭാഗമാണ് നഹാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പകലും രാത്രിയും വരുന്നത്. ആ സംവിധാനത്തെപ്പറ്റി, പ്രതിഭാസത്തെപ്പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഇത് നമ്മൾ നിത്യവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. പകലും രാത്രിയും നിത്യം ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്. ഈ നിത്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സ്വഭാവം ഉണ്ടാവും, അതിന് നമുക്കൊരു വില ഉണ്ടാവില്ല. എപ്പോഴാണ് നമുക്ക് വില ഉണ്ടാവുക? കാണാണ്ടിരിക്കുമ്പോഴാണ് അല്ലേ. ഒന്നും വേണ്ട, നമ്മളെ കുടുംബത്തിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും മക്കളെയും നമ്മളെ ആളുകളെയൊക്കെ ഇങ്ങനെ എന്നും കാണുമ്പോൾ നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അതാണ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എന്താ പറയുക, നമ്മൾ പറയല്ലേ കണ്ണ് പോകുമ്പോഴാണ് കണ്ണിൻ്റെ വില അറിയാന്ന് പറയില്ലേ. ഒരു കാര്യം നമുക്ക് ലഭിക്കാതെയോ കിട്ടാതെയോ നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെയാണ് ആ സംഗതിയുടെ വില നമുക്ക് ശരിക്കും മനസ്സിലാവും. പകലിലെ വെളിച്ചം, പകൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല, എന്നും രാത്രിയാണ്. എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കൂ. ഖുർആൻ അത് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട് അല്ലേ. ഖുർആനിലൊരായത്തുണ്ട്, എന്നും രാത്രിയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് പകലിനെ കൊണ്ടുവരാനുള്ളത്? എന്നും പകലാണെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള രാത്രി ആരാണ് കൊണ്ടുവരാനുള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര സമയം പകല്, ഇത്ര സമയം രാത്രി എന്ന ആ സംവിധാനം ഉണ്ടാക്കിയ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെയൊക്കെ പറയുന്നത്. പിന്നെ അല്ലാഹുല്ലദീ ജഅല, പിന്നെ പറയുന്നത് എന്താണ്? വല്ലൈലി ഇദാ യഗ്ഷാഹ. അത് രണ്ടും ഒരു ഇതിൻ്റെ തന്നെ ഭാഗങ്ങളാണ്, പകലും രാത്രിയും. അത് രണ്ടിനെ പറ്റിയും ചിന്തിക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നെ പറയാം വസ്സമായി, എന്താ? ആകാശം തന്നെയാണ് സത്യം. എന്നിട്ടോ വമാ ബനാഹ, അവിടെ ഒരു ഇത്തിരി ചിന്തിക്കാനുണ്ട്. ആകാശവും മാ എന്ന് പറഞ്ഞാൽ എന്താ? മാ, ആകാശം തന്നെയാണ് സത്യം. വമാ ബനാഹ, മാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരർത്ഥം വസ്സമായി, ആകാശം തന്നെയാണ് സത്യം. വമാ ബനാഹ, അത് നിർമ്മിച്ച രൂപം, രീതി തന്നെയാണ് സത്യം. ഒരർത്ഥം അത്. രണ്ടാമത്തെ ഒരർത്ഥം വസ്സമായി, ആകാശം തന്നെയാണ് സത്യം. മാ എന്ന് പറഞ്ഞാൽ മൻ, ആരാണ്? ബനാഹ, അതിനെ സൃഷ്ടിച്ച്. അപ്പം ആ സൃഷ്ടിച്ചവനെ ആണ് എന്നർത്ഥം. ആ സൃഷ്ടിച്ചവനാരോ അവൻ അല്ലേ. ആകാശവും ആ ആകാശത്തിൻ്റെ നിർമ്മിതിയും ബിനാ എന്ന് പറയും ഒരർത്ഥം. രണ്ട്, അത് സൃഷ്ടിച്ചവൻ ആരാണ് എന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള, ആകാശത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും? അള്ളാഹിനെ കണ്ടെത്താൻ പറ്റും എന്ന അർത്ഥം ധ്വനിപ്പിക്കുന്ന പദമാണ്, രണ്ടർത്ഥം വരുന്ന പദപ്രയോഗമാണ് ഇത് സമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വസ്സമായി, ആകാശത്തെപ്പറ്റി നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയ? ആകാശത്തെപ്പറ്റി നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയ? പിന്നെ ആകാശം എന്ന് പറയുന്നത് എന്താ ശരിക്ക്? നമ്മൾ മുകളിൽ കാണുന്ന അത് മാത്രമാണോ ആകാശം എന്ന് പറയുന്നത്? അല്ല, അനന്തമായി കിടക്കുന്ന ഒരു ലോകമാണേത്, ഒരു ഇതാണേത് ആകാശം. ഒരാളും ഇന്നേ വരെ അതിൻ്റെ അറ്റം എവിടെ എന്ന് കണ്ടെത്തിയിട്ടില്ല. അതാണ് ആകാശം എന്ന് പറയുന്നത്. ശരിക്കും ആ പദത്തിൻ്റെ അർത്ഥം എന്താ?
പദത്തിൻ്റെ അർത്ഥം? സമാ എന്ന് പറഞ്ഞാൽ സമാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുകളിലുള്ളത് എന്നാ. അപ്പം ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ അള്ളാഹു സംവിധാനിച്ചു വെച്ച ആ ഭൂമിയും അതിൻ്റെ പരിസരവും ഉണ്ട്. അതങ്ങ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്താണ്? ആകാശമാണ്, സമാ ആണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആകാശ ലോകത്ത് എന്തൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് തന്നെ അള്ളാഹു പറഞ്ഞു തന്നതല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പം ശരിക്ക് വസ്സമായി ആകാശത്തെയും വമാ ബനാഹ അത് സൃഷ്ടിച്ചു വെച്ച ആ സംവിധാനത്തെയും പറ്റി ചിന്തിക്കണ ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാനെ കണ്ടെത്താൻ പറ്റും. ഇവിടെ ഒരു ചിന്താവിഷയം, നേരത്തെ പറഞ്ഞ സൂര്യനും ചന്ദ്രനും ഇപ്പം നമ്മൾ കാണുന്ന ഈ ആകാശവും അതൊക്കെ തട്ടാതെ മുട്ടാതെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഏതെങ്കിലും ഒരു ദിവസം ഈ ഗോളങ്ങൾ ഏതെങ്കിലും ഒന്ന് ഭൂമിയാവട്ടെ ഭൂമിയാവട്ടെ ആകാശമാവട്ടെ സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ ഇത്തരം സൃഷ്ടിജാലങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം പണിമുടക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. സൂര്യൻ എന്തെങ്കിലും പണിമുടക്കിനോ? ചന്ദ്രൻ എപ്പോഴെങ്കിലും പണിമുടക്കിനോ? ഇടയ്ക്ക് നമുക്ക് പണിമുടക്കാൻ തോന്നും. എന്ത്? സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഒക്കെ ഉണ്ടാവും. പണിമുടക്കല്ല, അതിൻ്റെ ജോലിയിൽ ഏർപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ജോലികൾ ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യനോ ആലോചിച്ച് നോക്കൂ, എന്നും ഇങ്ങനെ ഒരു ഒഴിവില്ലാതെ ഇങ്ങനെ മനുഷ്യൻ പണിയെടുക്കുകയാണെങ്കിലോ ആലോചിച്ച് നോക്കൂ. ഈ സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെ, ഈ സൂര്യൻ അതിൻ്റെ ജോലി ചെയ്യണത് പോലെ, ഡ്യൂട്ടി ചെയ്യണ പോലെ മനുഷ്യന്മാർ വർക്ക് ചെയ്യുകയാണെങ്കിലോ എന്താ ഉണ്ടാവുക? ആലോചിച്ച് നോക്കിയാൽ എന്താ ഉണ്ടാവുക? കഴിയൂല. അവല്ല, ഒന്നൊക്കെ ക്ഷീണിതനാവും, രോഗിയാവും, മടുപ്പ് വരും, ഓനാ പണി മുടക്കും അല്ലേ? ആ പണി മുടക്കാനുള്ള ഇഖ്തിയാർ അവനുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് വഹുലിക്കൽ ഇൻസാനു ലഈഫാന, ദുർബലനായിട്ടാണ് അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുള്ളത്? മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഈ ആകാശത്തെ സൃഷ്ടിച്ചതുപോലെ ഭൂമിയെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും ഒക്കെ സൃഷ്ടിച്ചതുപോലെ അല്ല മനുഷ്യനെ. മറിച്ച് മനുഷ്യൻ എല്ലാ കാര്യത്തിലും എന്തുണ്ട്? ഒരു ദൗർബല്യമുണ്ട്. ഈ ഇപ്പം എന്നും പണിയെടുക്കുമോ? ഇല്ല. എന്നും വർക്ക് ചെയ്യോ? അപ്പോൾ തന്നെ മടുപ്പരും. ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ എന്തായിരിക്കും? പിറ്റേന്ന് ഷൗക്കത്ത് ഡ്യൂട്ടിക്ക് പോവോ? ഇല്ല, ലീവ് എടുക്കും, വർക്ക് ചെയ്യില്ല അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഞാൻ അതൊന്നുമല്ല, എന്തോ ഒരു തലവേദന ഇടതു ഭാഗത്തിലൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വലതു ഭാഗത്തേക്കും ചെരിഞ്ഞെടുക്കും, ഓൻ അന്നും പോവില്ല. ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? വഖുലിക്കൽ ഇൻസാനു ലഈഫ. മാത്രല്ല, ഇങ്ങനെ വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ മനുഷ്യൻ എന്തെങ്കിലും ഒരു ഷർറ് ബാധിച്ചാൽ, ഒരു ദുരിതം ബാധിച്ചാൽ അവൻ എന്ത് ചെയ്യും? പിന്നെ വെപ്രാളപ്പെടുന്ന. എന്താ അതിന് തെളിവ്? ഇതാ മസ്സഹുൽ ഷർറു ജസൂഅ, ഓൻ വെപ്രാളപ്പെടും മനുഷ്യൻ. ആലോചിച്ച് നോക്കൂ, ഈ സൂര്യനും ചന്ദ്രനും പകലും രാത്രിയും ആകാശവും അങ്ങനെ വർക്ക് ചെയ്തിട്ടും അതിന് ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന ഇങ്ങനെ കൂട്ടിയ മുട്ടയൊക്കെ ചെയ്യുന്നല്ലേ പേടിയൊക്കെ അതിനുണ്ടാവില്ലേ അല്ലേ? ആലോചിച്ച് നോക്കൂ. എന്നിട്ട് വെപ്രാളപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വെപ്രാളപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. പിന്നെ കിട്ടിയാൽ കൊടുക്കാതെ പിടിച്ചു വെക്കുക എന്നുള്ളതും ആരുടെ സ്വഭാവമാണ്? മനുഷ്യൻ്റെ സ്വഭാവമാണ്. വഇദാ മസ്സഉൽ ഖൈറു മനൂഅ അല്ലേ? മനുഷ്യൻ്റെ മറ്റൊരു സ്വഭാവമാണ് കിട്ടിയാൽ മറ്റാർക്കും കൊടുക്കൂല. ഈ സൂര്യൻ ഞാൻ എൻ്റെ ഊർജ്ജമൊക്കെ ഞാൻ പിടിച്ചു വെക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ഊർജം കൊടുക്കാതെ വെളിച്ചം കൊടുക്കാതെ നിന്നാൽ, ചന്ദ്രൻ എൻ്റെ വെളിച്ചം ആരും കാണണ്ട എന്ന് പറഞ്ഞ് പിടിച്ച് വെക്കുന്ന സ്വഭാവം സൂര്യനോ ചന്ദ്രനോ ഉണ്ടോ? പകലിനോ രാത്രിക്കോ ഉണ്ടോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇല്ല അല്ലേ? അപ്പം മനുഷ്യനാണ് ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ളത്. എന്തെങ്കിലും ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ അക്ഷമനാകുന്നത് ഖലൂഹ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാ അല്ലേ? അക്ഷമനാവും മനുഷ്യൻ. അപ്പം ഇത്തരത്തിലുള്ള
ഒരുപാട് ന്യൂനതകൾ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തായിരിക്കും ഈ സൂര്യനും ചന്ദ്രനെയും ആകാശത്തെയും ഒക്കെ ഇങ്ങനെ കുറ്റമറ്റ രൂപത്തിൽ സൃഷ്ടിച്ച് മനുഷ്യനെങ്ങനെ ദുർബലനായിട്ട് അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള യുക്തി എന്താ? അതാണ് ഇപ്പം അതിലുള്ളൊരു ചിന്താവിഷയം. എന്തിനാ പഠിച്ചോ നമ്മളെങ്ങനെ ആക്കിയത്? ഒരു തണുപ്പ് വരുമ്പോഴത്തേന് നമ്മൾ കുരക്കും അല്ലേ? ഒരു തണുപ്പ് വരുമ്പോഴത്തേന് നമുക്ക് പനി ബാധിക്കും. ഒരു തണുപ്പ് വരുമ്പോഴത്തേന് നമ്മൾ കിടക്കും. ഇടയ്ക്കൊരു ചൂട് വന്നാൽ അപ്പോഴും നമ്മൾ രോഗിയായി. എന്തിനാ അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചത്? എന്തിനാ? എല്ലാം ദുർബലതയല്ലേ? ഈ ദുർബലത എന്ന് പറയുന്ന അവസ്ഥ മനുഷ്യൻ എന്തുകൊണ്ട് അള്ളാഹു നൽകിയ? എന്താ? ഒന്ന്, ദുർബലത ഉണ്ടാകുമ്പോഴേ മനുഷ്യൻ തിരിഞ്ഞു നോക്കുള്ളൂ. എങ്ങോട്ട്? ആ ദൗർബല്യം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഡോക്ടറെ തെരഞ്ഞു പോവുക ദുർബലത ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ ദുനിയാവിൽ തന്നെ രോഗം ഉണ്ടാവുമ്പോൾ ആ രോഗത്തിന് എവിടെ മരുന്ന് നോക്കി പോണ ആരെ? ഡോക്ടറെ പോവും അല്ലേ? മനുഷ്യന് അശക്തത, ദുർബലത എന്നീ പോരായ്മകൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ എന്ത് ചെയ്യുക? തിരിഞ്ഞു നോക്കുക സൃഷ്ടാവിലേക്ക്. ആ ദുർബലത അല്ലെങ്കിൽ മനുഷ്യൻ തിരിഞ്ഞു നോക്കൂല. ഞാൻ എന്നും ധനികനാണ്, എന്നും ആരോഗ്യവാനാണ്, എനിക്ക് ഞാൻ തന്നെ മതി, നിങ്ങളെന്നൊരു ആശ്രയം എനിക്ക് വേണ്ട, നിങ്ങളെന്നൊരു സഹായം എനിക്ക് വേണ്ട എന്ന രൂപത്തിൽ ഞാനിങ്ങനെ ജീവിച്ചാൽ ഞാൻ നിസ്കരിക്കോ? പിന്നെ ഇല്ല, നിസ്കരിക്കൂല. ഞാൻ അഹങ്കാരിയായി മാറും അല്ലേ? ഞാൻ സ്വയം തന്നെയായി മാറും. അതാണ് അഹങ്കാരി എന്ന് പറയുന്നത് അല്ലേ? അപ്പം അഹംഭാവവും അഹങ്കാരവും ഒക്കെ ഉണ്ടാവും മനുഷ്യന്. അപ്പോൾ അതില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള വെപ്രാളപ്പെടാനുള്ള ഒരു മാർഗം, ഇടയ്ക്ക് ആകെ പേടിപ്പിക്കാനുള്ള ഒരു യുദ്ധം അല്ലേ? ഇടയ്ക്ക് ആകെ സാമ്പത്തികമായ തകർച്ച, മറ്റൊരു കുടുംബത്തിലെ രോഗം, ലോകത്തൊക്കെ ആകെ പടർന്നു പിടിക്കുന്ന രൂപത്തിലുള്ള മാരികൾ അല്ലേ? മഹാമാരികൾ. ഈ രൂപത്തിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തിനാണത്? റബ്ബിലേക്ക് തിരിഞ്ഞു നോക്കാനാണ്. അപ്പം ആകാശം ഭൂമിയും പകലുമൊക്കെ ഈ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡ്യൂട്ടി വർക്ക് നിർത്തുന്നില്ല, അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനോടുള്ള ആരാധന ഇടയ്ക്കിടയ്ക്ക് വെച്ച് നിർത്തുന്നില്ലേ എന്ന ഒരു ചോദ്യമാണ് അതിലുള്ളത്. അതിലുള്ള ഒരു പാഠം അതാണ് അല്ലേ? മനുഷ്യരായ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ മനുഷ്യർ മാത്രമല്ല, ആകാശം ഭൂമിയും പകലും രാത്രിയൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ പണി ചെയ്യുന്നുണ്ട്, അതൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്. എവിടെ നിർത്തുന്നില്ല. മലക്കുകളും സുജൂദ് ചെയ്യുന്നുണ്ട്, ആ മലക്കുകളും നിർത്തുന്നില്ല, അവരനുസ്യൂതം ചെയ്യുന്ന മനുഷ്യരായ നിങ്ങൾ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂന അല്ലേ? മനുഷ്യന്മാർ അള്ളാഹുവിനെ ആരാധിക്കുന്ന ശിർക്ക് ചേർത്തുകൊണ്ടായിരിക്കുന്ന അധിക ആളുകളും. അപ്പം ഈ ഇത് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിയിലെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത്. രണ്ടാമത്, ചില മുഫസ്സിറുകൾ അതിനർത്ഥം പറയുന്ന ഒരു രീതി, ആദ്യം പറഞ്ഞ എന്താ? അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ആദ്യത്തെ എന്താ? സൂര്യനാണല്ലേ? ആ സൂര്യൻ എന്ന് പറഞ്ഞത് അള്ളാഹു തആല അതിലൊരു സിഗ്നൽ, ഒരു സൂചന ഉണ്ട് എന്നാ. ഈ സൂര്യൻ എന്താ? അതിൻ്റെ പ്രകാശം ഏതെങ്കിലും ഒരു നാട്ടുകാർക്ക് മാത്രമാണോ? അല്ല, എല്ലാ ഭൂമുഖത്തിൽ എല്ലാവർക്കുമാണ് അതിൻ്റെ അല്ലേ? ഭൂമുഖത്തിൽ എല്ലാവർക്കും ഒരു ഭാഗത്ത് ഒരിക്കൽ ലഭിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു സമയത്ത് ലഭിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ സൂര്യനെ പോലെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം, സൂര്യൻ്റെ രശ്മികൾ, അതിൻ്റെ പ്രകാശം ലോകത്ത് മുഴുവൻ ലഭിക്കുന്നത് പോലെ ഇസ്ലാം ലോകത്തിൻ്റെ മുഴുവൻ എത്തും എന്ന് പറഞ്ഞ മുഫസ്സിറുകളെ കാണാം. അപ്പോൾ അതിലൊരു ഉപമ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിനാണ് അല്ലാഹു തആല സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പറഞ്ഞത്. അപ്പോൾ സൂര്യനെ പറയുമ്പോൾ അതിൻ്റെ പ്രകാശം എല്ലായിടത്തും എത്തുന്നത് പോലെ ഇസ്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ചോദിക്കും, എന്തിനാണ് ചന്ദ്രനെ പറ്റി പറഞ്ഞത്? ഇസ്ലാമിൻ്റെ ചന്ദ്രൻ ഇരുട്ടിലാണ് അല്ലേ? ഇരുട്ടുന്ന പ്രകാശിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതേ പ്രകാരം ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ആ കാലഘട്ടം ആളുകളൊക്കെ ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും ഇരുട്ടിലാണ്.
ആ ഇരുട്ടിലാണത് മന്ദം ഇങ്ങനെ പൊങ്ങി വന്നത്. ഇതേപോലെ ആ ചന്ദ്രനെ പോലെ ആദ്യം മെല്ലെ ഇങ്ങനെ പൊങ്ങി, പിന്നെ അല്പം പ്രകാശം ഉണ്ടായി അല്ലേ? ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചതാണ്. അപ്പം ഇസ്ലാമിൻ്റെ കാര്യം ശ്രദ്ധിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെയും ചന്ദ്രനെയും പകലിനെയും ഒക്കെ അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നത് മറ്റൊരു വ്യാഖ്യാനമാണ്. അപ്പം ഇത് ഭാഷാ പണ്ഡിതന്മാർ, ഭാഷയിൽ ബലാഗ എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രമുണ്ട്, ആ ശാസ്ത്രജ്ഞന്മാർ വിവരിക്കുന്ന രീതിയാണ് ഇത്. അപ്പം സൂര്യനും ചന്ദ്രനും പകലുമൊക്കെ പറഞ്ഞത് ഈ ഇസ്ലാമിൻ്റെ പ്രകാശം ലോകത്തുടനീളം എത്തും എന്ന് കാണിക്കുവാനാണ് എന്നുള്ളതാണ്. പകൽ എത്രമാത്രം ഒരാൾക്ക് വ്യക്തമാണോ അതേ രൂപത്തിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ വ്യക്തമാണ് അല്ലേ? ബിദ്അത്തുകളും അതേപോലെ തന്നെ ഖുറാഫാത്തുകളും ശിർക്കുകളും എത്രമാത്രം ഇരുട്ടാണോ, രാത്രി എത്രമാത്രം ഇരുട്ടാണോ അതേപോലെ ഇരുട്ടുകളാണ് ഇത് ഈ ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ശിർക്കുകളും എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകല് എന്നീ രൂപത്തിൽ അല്ലാഹു തആല വരിയായിട്ട് അതിനെ പറയാനുള്ള കാരണം. എന്ന് മാത്രമല്ല, ഈ വാവുകളൊക്കെ വശംസി വലുഹാഹ, വാവ് അല്ലേ? പിന്നെ ഒരു വാവ് ഏതാ? വല്ലൈലി, അവിടെയും വാവ്. വന്നഹാരി, അവിടെയും വാവ്. ഇവിടെയൊക്കെ വാവുകളുണ്ട്. ഈ വാവുകൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയാനുള്ള കാരണം ഇതൊക്കെ ഒരു സത്യവാങ്ങിൻ്റെ വാവുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അല്ലാഹു തറപ്പിച്ച് പറയാനാണ് ആ വാവ് കൊണ്ടുവന്ന് പറയാൻ പോകുന്ന ഒരു പ്രസ്താവന ഉണ്ട്. ആ പ്രസ്താവനയ്ക്ക് ശക്തി കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാവിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ് ആ ഭാഷാ പണ്ഡിതന്മാർ അതിനെ വിവരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗം. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് നേരത്തെ പറഞ്ഞിടത്തേക്ക് തന്നെ വരാം. നമുക്ക് അല്ലാഹു തആല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുള്ളത്? അപ്പം നമ്മൾ വസ്സമായി വമാ ബനാ എന്ന് പറയുമ്പോൾ ആകാശത്തെപ്പറ്റി നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്രപ്പറ്റി പഠിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം, അതിന് സംവിധാനിച്ച രീതിയെപ്പറ്റി ചിന്തിക്കണം. ആരാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു തൂണും ഒരു കോണും ഒന്നുമില്ലാതെ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചത് അല്ലേ? ഇതൊരു മേൽക്കുരയാണ് ആകാശം എന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ ഒരു മേൽക്കുര നമ്മൾ ഉണ്ടാക്കിയ എത്ര കാലം നിൽക്കും അത് ദുനിയാവിൽ? നിങ്ങളിപ്പോൾ ഈ വീടിൻ്റെ മേൽക്കൂര എത്ര കാലം നിൽക്കും? എൻജിനീയർക്ക് അറിയാം എത്ര കാലം നിൽക്കും അല്ലേ? ഉണ്ടാക്കിയ എൻജിനീയർക്ക് അറിയാം. ആ സമയമാകുമ്പോൾ അത് പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ കേടുപാടുകൾ പറ്റും. അവർക്കറിയാം 25, 30, 50, 60 കൊല്ലം വരെ ഇത് നിലനിൽക്കും. കാരണം അതിൽ ഉപയോഗിച്ച മെറ്റീരിയൽ അനുസരിച്ച് അതിൻ്റെ കാലാവധി കൂടും കുറയൊക്കെ ചെയ്യും. എങ്കിൽ ആലോചിച്ച് നോക്കൂ, അത് പിന്നെ നശിക്കും. എങ്കിൽ ആലോചിച്ച് നോക്കൂ, റഹ്മാനായ റബ്ബ് എത്ര കാലമായി ഈ ആകാശം എന്ന് പറയുന്ന മേൽക്കൂര ഉണ്ടാക്കിയിട്ട് എന്നെങ്കിലും അതൊന്ന് തകർന്നു വീണിട്ടുണ്ടോ? ഇല്ല, ഒരിക്കൽ തകർന്നു വീഴും. അതിന് കാരണം വേറുണ്ട് അല്ലേ? അപ്പം ആലോചിച്ച് നോക്കും. അപ്പം എത്ര കുറ്റമറ്റ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചത്. അപ്പം വമാ ബനാഹ എന്ന് പറഞ്ഞെടുത്തൊരു ചോദ്യമുണ്ട്. ആരാണ് അതിനെങ്ങനെ കുറ്റമറ്റ രൂപത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്? ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ആ കുറ്റമറ്റ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചു വെച്ചു എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുട്ടാതെ തട്ടാതെ പോകണമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? തജാസുബ് എന്നറിയും. എന്താണ് ഇതിന് പറയാ? ഗ്രാവിറ്റിയോ അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ തട്ടാതെ മുട്ടാതെ പോണത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞില്ലേ? മാഗ്നറ്റിക് അല്ലേ? 2-3 കട്ട വെച്ചാൽ എന്താ? അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു മാഗ്നറ്റിക് പന്തും കൊണ്ടുപോയി വെച്ചാൽ എന്താ? ഇപ്പോൾ ഈ 3 കട്ട എന്ന് കൂട്ടുക. ആ കട്ടങ്ങൾ എവിടെ വെച്ചാലാണ് എങ്ങോട്ടും നീങ്ങാതെ മധ്യത്തിൽ വെക്കുക? വളരെ കൃത്യമായ ദൂരം പാലിക്കണം അല്ലേ? ഇതൊക്കെ കൃത്യമായ ദൂരം പാലിക്കണം. ഇനി ഒരു കട്ട കട്ടിയുള്ളതും മറ്റേ അത്ര കട്ടിയില്ലാത്തതും മറ്റേ വളരെ ദുർബലനും ആണെങ്കിലോ അപ്പോഴും തകരാറാ അല്ലേ? അപ്പോഴും തകരാറാ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിമുട്ടും. ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ എത്രയോ വലിയ സൃഷ്ടിപ്പായ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഇതൊക്കെ ഒരേ വലിപ്പമെല്ലാം അല്ല, വ്യത്യസ്ത വലിപ്പവും വ്യത്യസ്ത കനവും
പിണ്ടവുമൊക്കെയാണ് അതിനുള്ളത്. ഇങ്ങനെയൊക്കെ ആയിട്ടും അത് തട്ടാതെ മുട്ടാതെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. അപ്പം ആലോചിച്ചു, വസ്സമാ ഇബന വസ്സമ എന്ന് പറഞ്ഞത് കൊണ്ട് ചില മുഫസ്സിറുകൾ പറഞ്ഞ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചു വെച്ചത് ആരാണ് എന്നതാണ് അതിൻ്റെ ഒരു ചോദ്യം. അപ്പം ശരിക്കും നമ്മൾ കണക്കെടുക്കുമ്പം ആ കണക്ക് നോക്കുന്ന ആൾക്ക് വളരെ പ്രയാസമാണ്. അത് തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകണമെങ്കിൽ വളരെ പ്രയാസമായിരിക്കും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. ഇനി നോക്കി, ഇങ്ങനെയൊക്കെ ഓടുന്ന ഇങ്ങനെയൊക്കെ ചലിക്കണ ഇതുണ്ടായിട്ടും സൂറത്ത് യാസീനിൽ ഒരായത്തുണ്ട്, ലശംസു യംബഖീലഹ എന്താണ് അൻതുദിരിക്കൽ കമറ, പിന്നെ വലല്ലൈലു സാബിക്കുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ അല്ലേ. ആ പിന്നെ ആജാനബാഹുവായ സൂര്യൻ ഇങ്ങനെ ചലിച്ചിട്ടും ആ ചന്ദ്രനെ പ്രാപിക്കാൻ മുൻകടക്കാൻ ആ സൂര്യന് സാധിക്കണില്ല. അതേപോലെ തന്നെ രാത്രി പകലിനെയും മറികടക്കണില്ല, പകൽ രാത്രിനെയും മറികടക്കില്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാവരും അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ആ മണ്ഡലത്തിൽ ഇങ്ങനെ അതിങ്ങനെ നീന്തി കളിക്കാണ്, സഞ്ചരിക്കുകയാണ്. അപ്പം ഈ ആയത്തൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. സൂര്യൻ ചലിക്കുന്നുണ്ട്, ഭൂമി ചലിക്കുന്നുണ്ട്, എന്നിട്ടും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു വ്യവസ്ഥ തട്ടാതെ മുട്ടാതെ പോകുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ വിളിച്ച് ഓതുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു നിയമം, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വസ്തുവിൻ്റെ പിണ്ഡം അത് എത്രമാത്രം ശക്തിയാണോ അത്രമാത്രം എന്തുണ്ടാവും, അതിൻ്റെ ജാതബിയത്ത്, എന്തായാലും പറയാം ഗ്രാവിറ്റിയോ, അതും ശക്തി കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മാഗ്നറ്റിക്കിൻ്റെ ആ കട്ട എത്ര ശക്തിയുള്ളതാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് എത്ര പിണ്ടുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് അതിനോട് അങ്ങോട്ട് അടുത്ത് വരും. ആലോചിച്ച് നോക്കൂ, ഭൂമിയും സൂര്യനും ഒരേ പവറാണോ? അല്ല, എത്രയോ അജഗജാന്തരം വ്യത്യാസമുണ്ട്. എന്നിട്ടും അതിങ്ങോട്ട് ആ സൂര്യൻ ഇങ്ങോട്ട് പിടിച്ച് വലിക്കണ്ട, ശരിക്ക് അത് പിടിച്ച് വലിക്കണില്ല. എന്തേ കാരണം? ആരാണ് ഇതൊക്കെ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്? അതിനെപ്പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയിൽ ജീവിക്കുമ്പം നമ്മളിപ്പോൾ ഏകദേശം എത്ര കിലോ ഉണ്ട്? ഒരു 60-50 ഉണ്ടെന്ന് കൂട്ടുക, 60 കിലോ 70 കിലോ ഉണ്ടെന്ന് കൂട്ടുക. എന്നാൽ ഇതേ നമ്മൾ ചന്ദ്രനിലേക്ക് അവിടെ എത്തുമ്പോൾ നമ്മൾ എത്ര കിലോ ഉണ്ടാവും? 10 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ആ ചന്ദ്രന് സൂര്യനിലേക്ക് എത്തിയെന്ന് കൂട്ടുക, എത്ര ഉണ്ടാവും? നമ്മൾ 1700 ഉണ്ട് എന്ന് സങ്കല്പിക്കാം അല്ലേ? 1700 കിലോ ഉണ്ടാവും. എന്തായി ഈ ഭൂമിയിൽ ഞാൻ 60-ഉം ചന്ദ്രനിലെത്തിയപ്പോൾ ഞാൻ 10-ഉം സൂര്യനിലെത്തിയപ്പോൾ ഞാൻ 1700 ആവാനുള്ള കാരണം എന്താ? അതാണ് ഈ പിണ്ടത്തിൻ്റെ വ്യത്യാസം. ആ കട്ട അല്ലേ, ഒരു കട്ടയ്ക്ക് എത്ര ശക്തിയുണ്ടോ, സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു അജാനുബാഹു പിണ്ടുള്ള സാധന. അപ്പം അതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ വെയിറ്റും കൂടും. സൂര്യൻ അത്ര ഇല്ല, അതുകൊണ്ട് നമ്മളെ വെയിറ്റ് അനുസരിച്ച് കുറയും. ഇനി ഒന്നും മടങ്ങൾ മുളയിട്ട് അങ്ങോട്ട് പോയാൽ എന്താ ഉണ്ടാവുക? മറ്റേ ഈ എന്താ പറയാൻ പാറി കളിക്കേണ്ട സാധനമില്ലേ, ഒരു സാധനമില്ലേ നമ്മൾ മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യും, ഒരു വെയിറ്റും ഉണ്ടാവില്ല, നമുക്ക് വെയിറ്റ് കുറയാ ചെയ്യാം അല്ലേ? നമ്മളിങ്ങനെ പാറി കളിക്കണ പോലെ തോന്നും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഉറച്ചിരിക്കുന്നത് ഭൂമിയുടെ ജാതബീയത്താണ് അല്ലേ? ആ ജാതബീയത്ത്, ഈ ഒരു വ്യവസ്ഥയെപ്പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? വസ്സമാഇ വമാ ബനാഹ വൽ അർളി വമാ ത്വഹാഹ എന്നുള്ള പ്രയോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി മറ്റൊരു ചിന്ത, ഭൂമിയും സഞ്ചരിക്കണ്ട്, ആകാശം സഞ്ചരിക്കണ്ട്, ഇതൊക്കെ സഞ്ചരിക്കണ്ട്. ഈ സഞ്ചാരത്തിൻ്റെ സ്പീഡ് അങ്ങോട്ട് കൂടിയാൽ എന്താ ഉണ്ടാവുക? ഇപ്പം ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ അല്ലേ? ഭൂമി കറങ്ങുന്നുണ്ട്. ഭൂമി ഇപ്പം ഇങ്ങനെ റൗണ്ടിലാണോ അതോ ഇങ്ങനെ റൗണ്ടിലാണോ? ഏത് റൗണ്ടിലാ ഭൂമി? അല്ല, ഭൂമിൻ്റെ റൗണ്ട് ഏത് രൂപത്തിലാണെന്ന് ഞാൻ ചോദിക്കുന്നത്.
എങ്ങനെയാണ് കറങ്ങണേ? പിന്നെ ശരിയായ റൗണ്ട് അല്ല. ശരിയായ റൗണ്ടാണോ? റൗണ്ട് അബൌട്ട് പോലുള്ള റൗണ്ടാണോ? അല്ല, അങ്ങനെയല്ല കറങ്ങണേ. അങ്ങനെയാണോ? അങ്ങനെ അല്ല, മുട്ടന്റെ രൂപത്തിലുള്ള നീളത്തിലാണ് അങ്ങനെ കറങ്ങണേ. അങ്ങനെ അങ്ങനെ കറങ്ങാനും റൗണ്ട് അബൌട്ടിലുള്ള രൂപത്തിൽ കറങ്ങിയാലുള്ള വ്യത്യാസം എന്താ? അപ്പൊ അങ്ങനെ കറങ്ങുമ്പോ റൗണ്ട് അബൌട്ടിലാണെങ്കിൽ എല്ലോ ഒരു സ്പീഡിൽ പോയാൽ മതി. ഇങ്ങനെ ആവുമ്പോഴോ എന്താവും? ഇവിടെയും വ്യത്യാസം വരും സ്പീഡിന്. ഇവിടെ എത്തുമ്പോൾ അത്ര പിന്നെ സ്പീഡ് കൂടും. അപ്പം സ്പീഡ് കൂടിയാൽ ഈ സൂര്യനെ പോയി മുട്ടും. പക്ഷെ അള്ളാഹു കുറഞ്ഞാലും മുട്ടും, കൂടിയാലും മുട്ടും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ആ പിന്നെ ചുരുങ്ങി വരുന്ന സ്ഥലത്ത് സ്പീഡ് അങ്ങോട്ട് കൂട്ടും. റബ്ബിന്റെ സംവിധാനമാണ്. അല്ലെങ്കിൽ എന്താ? സൂര്യനായിട്ട് കൂട്ടിമുട്ടും അല്ലേ? അപ്പം വേഗത ചില സ്ഥലങ്ങളിൽ വേഗത കൂട്ടുന്നു, ചില സ്ഥലങ്ങളിൽ വേഗത കുറക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ് അല്ലേ? ഇതെങ്ങാനും മനുഷ്യനും ഇനി ആലോചിച്ച് നോക്കി നിങ്ങള്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഈ ആകാശവും ഭൂമിയും ഒന്നും വേണ്ട. ഒരു ചെറിയ എയർപോർട്ടിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ എയർപോർട്ടിൽ ഒരു വിമാനം ശരിക്ക് പൊങ്ങണമെങ്കിൽ എന്തൊക്കെ വേണം? പിന്നെ റഡാറ്. ആദ്യം ആ എയർപോർട്ട് ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ഒരു എഞ്ചിനീയർ മതിയോ? ഷൗക്കത്ത് മാത്രം മതിയോ? പോരാ. കണ്ടമാനം എഞ്ചിനീയർ വേണം. പല വിഷയങ്ങളിലുള്ള എഞ്ചിനീയർമാരും അവരുടെ കൂട്ടായ പിന്നെ പഠനം വേണം. അതിലൂടെയാണ് ഒരു എയർപോർട്ട് ഉണ്ടാകുന്നത്. ഇനി അങ്ങനെ എയർപോർട്ടൊക്കെ ഉണ്ടായി ഒരു വിമാനം ഇങ്ങനെ പൊങ്ങണമെങ്കിൽ ഓരോ വിമാനത്തിനും റൺവേ വേണം. അത് നിയന്ത്രിക്കുന്ന ആളുകൾ വേണം. അതിനുള്ള എഞ്ചിനീയർമാരും തൊഴിലാളികളും ഒക്കെ വേണം അല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു വിമാനം പറക്കാനാണിത്. അങ്ങനെ ഇല്ലെങ്കിൽ എന്താവും? ആ വിമാനം തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. പിന്നെ പറക്കൂല അല്ലേ? ആലോചിച്ച് നോക്കൂ. ആ എയർപോർട്ട് അതോടുകൂടി പൂട്ടും അല്ലേ? ആലോചിച്ച് നോക്കൂ. റഹ്മാനായ റബ്ബ് വസ്സമാഇ വമാ ബനാഹ അല്ലേ? റഹ്മാനായ റബ്ബ് ഈ ആകാശ ലോകത്ത് എത്ര ഇതാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരുപാട് ഗാലക്സികൾ അതിനുള്ളത്, ഒരുപാട് നക്ഷത്രഗോളങ്ങൾ, ഇങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് ഗോളങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ ഇപ്പൊ എഞ്ചിനീയർമാർ അള്ളാഹു തആല അവിടെ നിശ്ചയിച്ചണോ? ഇല്ല. ഇതൊക്കെ നിയന്ത്രിക്കണത് അള്ളാഹുവാണ് അല്ലേ? ഇതൊക്കെ നിയന്ത്രിക്കണത് അള്ളാഹുവാണ്. ആ സൃഷ്ടാവായ അള്ളാഹു അല്ലേ? എത്രയോ ഗാലക്സികൾ, എത്രയോ മജറാത്തുകൾ അല്ലേ? പിന്നെ ഇതിന് സഞ്ചരിക്കാനുള്ള പാതകൾ, ഈ രൂപത്തിൽ ഇതൊക്കെ തട്ടാതെ മുട്ടാതെ, ചിലത് സ്പീഡ് കൂടിയത്, ചിലത് ചില സ്ഥലത്തെത്തുമ്പോൾ സ്പീഡ് കുറയണത് അല്ലേ? ആലോചിക്കുങ്ങൾ. അപ്പൊ ആരാ അപ്പം ഇതിനൊക്കെ എങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകണത്? ആലോചിക്കുങ്ങൾ. അപ്പം വസ്സമാഇ വമാ ബനാഅ എന്ന് പറയുന്നത് വളരെയധികം ചിന്തിക്കാനുള്ളതാണ്. ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു സൃഷ്ടാവില്ലേ എന്ന ചോദ്യമാണ് അതിലൂടെയും. അപ്പോൾ ഖാലിക്കിനെ പറ്റി ചോദിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തങ്ങൾ എങ്ങനെ ചിന്തിക്കണോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കണം. സമയം നമ്മൾ ആരാ? ശരി. എല്ലാം ഉണ്ട്. എന്നാ മതിയില്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത